സീറ്റ് വാഗ്ദാനത്തിൽ വഞ്ചിതനായ എൻ.എ. മുഹമ്മദ് കുട്ടി തിരൂരും കോട്ടക്കലിലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തിരൂർ സീറ്റ് വാഗ്ദാനം നൽകി രാഷ്ട്രീയമായി വഞ്ചിച്ചതിലും LDF നേതൃത്വത്തിന്റെ മൗനത്തിലും പ്രതിഷേധിച്ചാണ് എൻ.എ. മുഹമ്മദ് കുട്ടി തിരൂരും കോട്ടക്കലിലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. തന്റെ രാഷ്ട്രീയ ഭാവി തകർക്കുക എന്ന ലക്ഷ്യം വെച്ച് ചിലരുടെ ഗൂഢാലോചനയുടെ ഭാഗമായാണ് തനിക്ക് സീറ്റ് നിഷേധിച്ചതെന്ന് അദ്ദേഹം ആരോപിച്ചു. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കാതിരിക്കാനായി സീറ്റ് മുൻകൂട്ടി നിശ്ചയിച്ചതായി അറിയിക്കുകയും താൻ വഹിച്ചിരുന്ന NCPയുടെ സ്ഥാനങ്ങളെല്ലാം രാജിവെപ്പിക്കുകയും ചെയ്തത് അവസാനഘട്ടത്തിൽ തിരൂർ കോട്ടക്കൽ സീറ്റുകളിലേക്ക് മറ്റ് സ്ഥാനാർത്ഥികളുടെ പേരുകൾ പ്രഖ്യാപിച്ച് വഞ്ചിച്ച നേതൃത്വത്തിന്റെ പ്രവൃത്തിക്കെതിരെയുള്ള പ്രതിഷേധമാണിതെന്ന് മുഹമ്മദ് കുട്ടി പറഞ്ഞു. മാർച്ച് 20 തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ചർച്ചകൾക്കായി തിരൂരിലുണ്ടായിരുന്ന സമയത്ത് കളമശ്ശേരിയിലുള്ള തന്റെ വീടിന്റെ ഫോട്ടോ അജ്ഞാതർ എടുത്തിട്ട് പോയതിലുള്ള ദുരൂഹത പോലീസ് അന്വേഷിക്കുന്നതായും മുഖ്യമന്ത്രിക്കും DGPക്കും മറ്റു പോലീസ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. അപ്രകാരമുള്ള ഭീഷണികൾക്ക് താൻ വശംവദനാകില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. കോട്ടക്കലിലോ തിരൂരിലോ സ്ഥാനാർത്ഥികളെ പിൻവലിക്കാൻ LDF തയ്യാറായാൽ താൻ ഒരു മണ്ഡലത്തിൽ മാത്രം മത്സരിക്കുമെന്നും എൻ.എ. മുഹമ്മദ് കുട്ടി അറിയിച്ചു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്,